അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം, ഒരു വ്യക്തി, ഞാനുമായി പരിചയമുള്ള ഒരു വ്യക്തി എന്നോട് പങ്കുവച്ച ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പ്രവാസിയാണ്. 1-1.5 കൊല്ലം വർഷം കൂടുന്ന സമയത്ത് നാട്ടിലേക്ക് വരുന്നു. 1-2 മാസം നാട്ടിൽ നിൽക്കുന്നു, തിരിച്ചു പോകുന്നു. വർഷങ്ങളായിട്ട് അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ 4ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിലേക്കും ജയിച്ചു. ആ മകളിൽ നിന്നും അനുഭവിച്ച ഒരു ചെറിയ കാര്യം, അദ്ദേഹം ഒരിക്കൽ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ തൻ്റെ 4ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിലേക്ക് ജയിച്ച തൻ്റെ മകളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഉപ്പ പറഞ്ഞു. കുട്ടി അഊദും ബിസ്മിയും ഓതിയ ശേഷം പിന്നെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഓതാൻ വേണ്ടി ആ ഉപ്പ പലതും പറഞ്ഞു നോക്കി, പലതും ചെയ്തു നോക്കി, പക്ഷേ കുട്ടി ഓതുന്നില്ല. ഉടനെ തന്നെ മകളെ പറഞ്ഞു വിട്ടിട്ട് ഉപ്പ ഉസ്താദിനെ വിളിച്ചു. കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത് ആ കുട്ടിക്ക് അക്ഷരങ്ങളും അറിയില്ല. ഖുർആൻ ഓതാൻ പോയിട്ട് കുട്ടിക്ക് അക്ഷരങ്ങൾ തന്നെ നേരായ വിധത്തിൽ കുട്ടിക്ക് വായിക്കാനോ എഴുതാനോ അറിയില്ല. ഞാൻ പലപ്പോഴും ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടിയെ മാത്രം നമ്മൾ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് അതൊരു പ്രയാസമാകും. അതുമല്ല, ക്ലാസ്സിൽ മറ്റുള്ള വിഷയങ്ങൾ തന്നെ ഒരുപാട് എടുത്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലായി ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. കുട്ടി 4ാം ക്ലാസ്സിൽ ഒരു വർഷം തോറ്റതുകൊണ്ട് തന്നെ വീണ്ടും 3ാമത്തെ കൊല്ലം ആ കുട്ടിയെ 4ാം ക്ലാസ്സിൽ ഇരുത്താൻ നിർവാഹവുമില്ല. അങ്ങനെ ആ കുട്ടിയെ നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചു വിട്ടു. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ മക്കളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? മതപരമായ വിദ്യാഭ്യാസത്തിൽ കുട്ടികളെ മദ്രസയിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്നു, കുട്ടികൾ പോകുന്നു എന്നതല്ലാതെ നമ്മുടെ മക്കൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വെച്ച് പഠിക്കുന്നുണ്ട്, എത്രത്തോളം കുട്ടികൾക്ക് മദ്രസാ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്, ശരിയായ നിലക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ടോ, നിസ്കരിക്കാൻ ശരിയായ വിധത്തിൽ കഴിയുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് രക്ഷിതാക്കൾ ഇടക്കിടക്ക് കുട്ടികളിൽ നിന്ന് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവിടെ ഈ കുട്ടിക്കുണ്ടായ പ്രശ്നം എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ, ഉസ്താദിൽ നിന്നും ലഭിച്ച മറുപടി അനുസരിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ കുട്ടിയെ 1ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പിച്ച ഉസ്താദിനെയാണ് അവിടെ സത്യത്തിൽ നമ്മൾ പിടികൂടേണ്ടത്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനെ കുറ്റം പറയുകയല്ല. ഒരു കുട്ടിക്ക് ശരിയായ വിധത്തിൽ അക്ഷരങ്ങൾ കൂട്ടി എഴുതാനോ വായിക്കാനോ അറിയാത്തൊരു കുട്ടിയെ ഒരു കാരണവശാലും മുകൾ ക്ലാസ്സിലേക്ക് 1ാം ക്ലാസ്സിലെ ഉസ്താദ് ഇരുത്താൻ പാടില്ലായിരുന്നു. 1ാം ക്ലാസ്സിൽ വെച്ചാണ് ഓരോ കുട്ടിയുടെയും ഭാവി നിശ്ചയിക്കുന്നത്. ഒരു കുട്ടി മണ്ടനാകണോ മരമണ്ടനാകണോ, അതല്ല അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിലുള്ള കുട്ടിയാകണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നതാണ് മദ്രസയിലുള്ള 1ാം ക്ലാസ്. അതിലേറെ സ്വാധീനം ചെലുത്തുന്നവരുമാണ് 1ാം ക്ലാസ്സിലെ ഉസ്താദുമാർ. ഒരു മദ്രസയിൽ 10 ഉസ്താദുമാരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രഗത്ഭനായ ഉസ്താദിനെ വേണം 1ാം ക്ലാസ് എടുക്കാൻ നമ്മൾ നിശ്ചയിക്കേണ്ടത്. പല നാടുകളിലും നമ്മൾ കണ്ടുവരുന്നത്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പല നാടുകളിലും കണ്ടുവരുന്നത് വർഷങ്ങളായിട്ട് പള്ളിയിലെ മുഅദ്ദിൻ മുക്രി 1ാം ക്ലാസ് എടുക്കുന്നു. അപ്പോൾ പിന്നെ ഇനി തുടർന്നും 1ാം ക്ലാസ് ആ ഉസ്താദ് തന്നെ എടുക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. ഒരുപക്ഷെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ട, 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് വേണ്ട ശാസ്ത്രീയമായ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും ലഭിക്കാത്ത ആ പഴയ രീതിയിൽ ഇങ്ങനെ പോരുന്ന പല ഉസ്താദുമാരെയും 1ാം ക്ലാസ് എടുക്കാൻ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളും അതിലുപരിയായിട്ട് നമ്മുടെ കമ്മിറ്റിക്കാരും ഈ വിഷയത്തിൽ വളരെ വലിയ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നല്ല പ്രഗത്ഭരായ ഉസ്താദുമാർ നമ്മുടെ കോളേജുകളിൽ നിന്ന് വർഷാവർഷം പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്നുണ്ട്.
ഇത്തരം നല്ല കഴിവും പ്രാപ്തിയും ട്രെയിനിങ്ങും എല്ലാം ലഭിച്ച ഉസ്താദുമാരെ വേണം നമ്മൾ 1-ാം ക്ലാസ്സിലേക്ക് നമ്മൾ നിശ്ചയിക്കാൻ. ഇല്ല എങ്കിൽ അതിലൊക്കെ ഈ കടന്നു വരുന്ന മുകൾ ക്ലാസ്സിലേക്ക് ജയിച്ചു വരുന്ന കുട്ടികളിൽ തന്നെ പല കുട്ടികളും വീട്ടിലിരുത്തി പഠിപ്പിച്ചത് കൊണ്ടായിരിക്കും അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതും അതുപോലെ തന്നെ പരീക്ഷയിൽ ജയിക്കുന്നതും മുകളിലുള്ള ക്ലാസ്സിലേക്ക് ജയിക്കുന്നതും. അപ്പോൾ അതിനർത്ഥം വീട്ടിൽ നിന്നും രക്ഷിതാക്കൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 5 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിയെ 1-ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുട്ടിയെ വീട്ടിലിരുത്തി ഉമ്മമാർ ശരിയായ വിധത്തിൽ ആ ഒരു 1-ാം ക്ലാസ് കഴിയുന്നത് വരെയെങ്കിലും കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ ഉസ്താദുമാരുടെ തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ കൈ കഴുകി ഇരുന്നാൽ ഒരു പക്ഷേ ആ കുട്ടിയും ഈ പറഞ്ഞതുപോലെ അക്ഷരം തിരിയാത്തവരായി മുകൾ ക്ലാസ്സിലേക്ക് അങ്ങനെ ജയിച്ചു പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ ഓതാൻ അറിയാത്ത കുട്ടികളാണ് എങ്കിൽ, അക്ഷരം വായിക്കാൻ അറിയുന്നുണ്ട് പക്ഷേ ഖുർആൻ ഓതാൻ അറിയാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഈ കാലത്ത് ഒരു കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കുക എന്നത് വളരെ സുഗമമായ കാര്യമാണ്. അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെയൊക്കെ ഫോണിൽ നല്ല ധാരാളം ഖിറാഅത്തുകൾ നമ്മൾ കേൾപ്പിച്ച് കൊടുത്തുകൊണ്ട് ആ ഓതുന്ന ഭാഗം നമ്മുടെ മൊബൈലിൽ അത് പ്ലേ ചെയ്ത് വെച്ചുകൊണ്ട് ഓതുന്ന ഭാഗം കുട്ടികൾക്ക് ഖുർആനിൽ അവരെ കൊണ്ട് ശ്രദ്ധിപ്പിച്ച് ആ ഓത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മുടെ മക്കളെ കൊണ്ട് ഇങ്ങനെ ഓതിപ്പിച്ചാൽ തന്നെ ഒരുവിധം കുട്ടികളുടെ ഖിറാഅത്ത് നന്നായി കിട്ടും. പല ഉമ്മമാർക്കുമുള്ള പരാതിയാണ്, കുട്ടിക്ക് വായിക്കാനൊക്കെ അറിയാം, 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ 6-ാം ക്ലാസ്സിലാണ്, 4-ാം ക്ലാസ്സിലാണ്, പക്ഷേ വേണ്ട വിധത്തിൽ ഖുർആൻ ഓതാൻ അറിയുന്നില്ല എന്ന പരാതി. ഒരുപാട് മാർഗങ്ങൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഫോണ് തന്നെ മതി. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നല്ല ഖിറാഅത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ ഓതുന്ന ഭാഗം ആ ഓഡിയോക്കനുസരിച്ച് കുട്ടികൾക്ക് ഖുർആനിലെ ആ ഭാഗം എടുത്തു വെച്ചുകൊണ്ട് അതിലേക്ക് അവരെ കൊണ്ട് ശ്രദ്ധിപ്പിക്കുക. ഒരുപാട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കുട്ടികളുടെ ഖിറാഅത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ 1-ാം ക്ലാസ് എന്ന് പറയുന്നത് കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ക്ലാസ്സാണ്. ഒരു ഉസ്താദിനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറം 1-ാം ക്ലാസ്സിൽ കുട്ടികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഡിവിഷനാക്കി മാറ്റിയിരുത്തണം. സെപ്പറേറ്റ് ഉസ്താദിനെ അവിടെ വെക്കണം. നല്ല കഴിവും പ്രാപ്തിയുമുള്ള ഉസ്താദുമാരെ തന്നെ നമ്മൾ നിശ്ചയിക്കണം. 1-ാം ക്ലാസ്സിലെ ഉസ്താദ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ കുട്ടിയായി അവരോടൊപ്പം ഒരാളായിട്ട് നിൽക്കാനും പാട്ട് പാടാനും നന്നായി തമാശ പറയാനും കുട്ടികളെ കയ്യിലെടുക്കാനും കഴിവുമുള്ള പ്രാപ്തിയുമുള്ള ഉസ്താദുമാരായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് കുട്ടികളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാനെങ്കിലുമുള്ള ഒരു മനസ്സ് ഉസ്താദുമാർക്കുള്ള ഉസ്താദുമാരെ വേണം നമ്മൾ 1-ാം ക്ലാസ്സിലേക്ക് ഇരുത്താൻ. കാരണം അത്രയും ഗൗരവമായ ഒരു വിഷയമാണ്. പലപ്പോഴും ഉസ്താദുമാർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകളിലും അതുപോലെ തന്നെ മറ്റു കോച്ചിങ് ക്ലാസ്സുകളിലൊക്കെ ഈ വിഷയം അവർ പറയാറുണ്ടെങ്കിലും രക്ഷിതാക്കളും കമ്മിറ്റിക്കാരും ഈ വിഷയം അറിയാതെ പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കുകയാണ് ഇത്തരം കേസുകൾ വരുമ്പോൾ. അതുകൊണ്ട് വളരെ ഉണർന്ന് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ മക്കളുടെ മതവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു അഴകൊഴഞ്ചൻ നിലപാട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മദ്രസയാണ്, നമ്മൾ കെട്ടിപ്പടുത്ത മദ്രസ, നമ്മൾ ശമ്പളം കൊടുത്ത് നിർത്തുന്ന ഉസ്താദുമാർ, നമ്മുടെ മക്കളാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളല്ലാതെ മറ്റാരാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക? അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും മദ്രസയുടെ ഓരോ വിഷയത്തിലും വളരെ ഉത്സാഹത്തോടു കൂടെ തന്നെ മുന്നോട്ടിറങ്ങി വന്നുകൊണ്ട് നമ്മുടെ മക്കളുടെ പഠന രീതി, ദീനീ വിദ്യാഭ്യാസം നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മളത് പരിപോഷിപ്പിച്ചെടുക്കാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയുമോ അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അതവിടെ ഉസ്താദുമാരുണ്ടല്ലോ, കമ്മിറ്റിക്കാരുണ്ടല്ലോ എന്നൊരു മാറി നിന്നുകൊണ്ടുള്ള സമീപനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ മക്കളുടെ ദീനീ വിദ്യാഭ്യാസം അത് നമ്മുടെയൊക്കെ ഭാവി തലമുറയെ ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോഴേ നമ്മൾ അതിൽ നിന്നൊരു പിന്തിരിപ്പൻ നിലപാടെടുത്തു കഴിഞ്ഞാൽ വരും തലമുറ കൃത്യമായിട്ടൊന്ന് ഖുർആൻ ഓതാൻ പോലും അറിയാത്ത മക്കളായിരിക്കും മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങുക.
10ാം ക്ലാസ് വരെ പഠിച്ചതുകൊണ്ടോ +2 വരെ പഠിച്ചതുകൊണ്ടോ ഒരു കുട്ടി എല്ലാ വിദ്യാഭ്യാസവും മതപരമായിട്ട് എല്ലാം പൂർണ്ണനായി തികഞ്ഞുകൊണ്ട് ഇറങ്ങുന്നില്ല. അതവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ സമീപനം പോലെയാണ് ഓരോ കുട്ടികളുടെയും ഇൽമ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും മക്കളുടെ പഠനത്തെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ അവബോധം വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ നടത്തണം. കൃത്യമായി ഓരോ ദിവസവും ഇന്ന് എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് കുട്ടികളോട് ചോദിക്കണം. ചോദിച്ച് ഏതെങ്കിലും ഭാഗങ്ങൾ തിരിയാത്തതുണ്ട് എങ്കിൽ കുട്ടികൾക്കത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ നിന്നും 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, ആ ഒരു ജയിക്കുന്നതിൻ്റെ മുമ്പായിട്ട്, പരീക്ഷ വരുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ കുട്ടിയെ നമ്മളൊന്ന് ആദ്യം വിലയിരുത്തണം. ഇവനെ 2ാം ക്ലാസ്സിലേക്ക് ജയിക്കാൻ മാത്രം ഇവനായിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് തോന്നുകയാണ് ഇല്ല, ഇവനെ 2ാം ക്ലാസ്സിലേക്ക് ഇരുത്താനായിട്ടില്ല, ഇല്ലെങ്കിൽ 3ാം ക്ലാസ്സിലേക്ക് ഇവനെ ഇരുത്താനായിട്ടില്ല എന്ന് രക്ഷിതാക്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ ഒരു വർഷവും കൂടി ആ ക്ലാസ്സിൽ ഇരുത്തണം. ഇന്ന് നമുക്കൊക്കെ ഒരു കുറച്ചിലാണ് എൻ്റെ കുട്ടി 2ാം ക്ലാസ്സിൽ തോറ്റു അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ തോറ്റു എന്ന് പറയുന്നത്. മറ്റുള്ളവർ കേൾക്കുമ്പോൾ, മറ്റുള്ളവരോട് അത് പറയുമ്പോൾ അത് ആ കുട്ടിക്കൊരു കുറച്ചിലാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുറച്ചിലാണ് എന്ന് കരുതി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒട്ടും പൊട്ടും തിരിയാത്ത, ഒരു അക്ഷരവും തിരിയാത്ത കുട്ടികളെ നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാരോട് ആവശ്യപ്പെടുന്നു. അതുപ്രകാരം ഉസ്താദുമാർ അവരെ ജയിപ്പിച്ചു വിടുന്നു. രക്ഷിതാക്കളുടെ തീരുമാനമാണ് അന്തിമം. ഒരു രക്ഷിതാവ് 1ാം ക്ലാസ്സിൽ ജയിച്ച ഒരു കുട്ടിയാണെങ്കിൽ പോലും രക്ഷിതാവ് പറയാണ്, ഉസ്താദെ ആ കുട്ടിനെ 1ാം ക്ലാസ്സിൽ, എൻ്റെ കുട്ടിയെ ഒരു കൊല്ലം കൂടെ 1ാം ക്ലാസ്സിൽ നിങ്ങൾ ഇരുത്തിക്കോ എന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് ഇരുത്തും. ഇനി അതെല്ലാം മിക്ക മദ്രസകളിലും നടന്നു വരുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ തോൽപ്പിച്ച കുട്ടിയെ വരെ തുടർ ക്ലാസ്സിലേക്ക് കയറ്റണം, ആ കുട്ടിയെ ഇനി ആ ക്ലാസ്സിൽ ഇരുത്തണ്ട എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവങ്ങൾ എനിക്കുണ്ട്. കുട്ടി പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു, ഞാൻ ആ കുട്ടിയെ തോൽപ്പിച്ചു. ഒരിക്കലും മുകൾ ക്ലാസ്സിലേക്ക് കുട്ടിയെ ജയിപ്പിക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥയിൽ കുട്ടിയെ ഞാൻ തോൽപ്പിച്ചപ്പോൾ ആ രക്ഷിതാവ് സദറുസ്താദുമായിട്ട് കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുകയും പറയുകയും അങ്ങനെ ആ കുട്ടിയെ വലിയ മുതിർന്ന ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തുകയും ചെയ്ത അനുഭവം എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി നമ്മുടെ മക്കൾ തൊട്ടടുത്ത മുതിർന്ന ക്ലാസ്സുകളിലേക്ക് ജയിക്കാൻ അർഹതായിട്ടുണ്ടോ എന്ന കാര്യം നമ്മളൊന്ന് വിലയിരുത്തിയ ശേഷം മാത്രമേ മുകൾ ക്ലാസ്സിലേക്ക് നമ്മൾ അവരെ കടത്തിവിടാൻ പാടുള്ളൂ. ഒരുപാട് കാലം ഇങ്ങനെ മദ്രസയിൽ പോയി വന്നതുകൊണ്ട് കുട്ടികൾക്ക് പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല. ഇൽമിൻ്റെ സദസ്സിൽ ഇരുന്നതുകൊണ്ട്, ഇൽമു പഠിക്കുന്ന ആ ഒരു കർത്തവ്യത്തിൽ പങ്കെടുത്തതുകൊണ്ട് കുട്ടിക്കൊരു ബർക്കത്ത് ലഭിക്കുമെന്നല്ലാതെ കുട്ടിക്ക് നമുക്ക് നേരായ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം നമുക്ക് കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു നിരീക്ഷണം മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിലുപരിയായി കമ്മിറ്റിക്കാരും ഈ വിഷയത്തിൽ വളരെയധികം ഗൗരവമായി തന്നെ ഇടപെടണം. 1ാം ക്ലാസ്സിൻ്റെ വിഷയത്തിൽ എപ്പോഴും കമ്മിറ്റിക്കാർക്കൊരു കണ്ണുണ്ടായിരിക്കണം. കുട്ടികളുടെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും, ഓരോ മാസം കഴിയുമ്പോഴും, ഏറ്റവും ചുരുങ്ങിയത് ഓരോ 3 പരീക്ഷ കഴിയുമ്പോഴെങ്കിലും ആ പഠിക്കുന്ന കുട്ടികളുടെ ഓരോ നിലവാരവും കമ്മിറ്റിക്കാർ ചെന്നുകൊണ്ട് അന്വേഷിക്കണം. ശരിയായ വിധത്തിൽ മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരം കാണണം. പല കുട്ടികളും, എല്ലാ കുട്ടികളും ഒരുപോലെ ആകണമെന്നില്ല. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള കാരണം കണ്ടെത്തിക്കൊണ്ട് ആ കുട്ടികൾക്ക് പരമാവധി 1ാം ക്ലാസ്സിൽ നിന്ന് കിട്ടേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച ശേഷം, ആ കുട്ടിയെക്കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച ശേഷം മാത്രമേ ആ കുട്ടിയെ കയറ്റിവിടാൻ പാടുള്ളൂ. ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഗൗരവമുള്ളവരായി നമ്മുടെ നാട്ടിലെ മദ്രസ, നമ്മുടെ മക്കളുടെ നാളത്തെ നമ്മുടെ ദീനീ ബോധമുള്ള ഒരു പറ്റം യുവാക്കൾ വളർന്നു വരേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ദീനിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിഷയം നിങ്ങളൊക്കെ വളരെ ഗൗരവമായി കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.